Hello, good evening. Welcome to the webinar organized by Ernest Academy. ഞാൻ ഡോക്ടർ മീതു മോഹൻ, ചീഫ് എഡ്യൂക്കേറ്റർ ഓഫ് ദ അക്കാഡമി. അപ്പോൾ ഇന്നത്തെ വെബിനാറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ അപ്കമിങ് നോട്ടിഫിക്കേഷൻ അബൌട്ട് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. ഇപ്പോൾ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് നമ്മൾ മോസ്റ്റ്ലി ഇനി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മോസ്റ്റ് എക്സ്പെക്ടഡ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതാണ് ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. ആ ഒരു പോസ്റ്റ് എന്താണ്, ആ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, സിലബസ് എന്താണ്, എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ എന്നൊക്കെ ഉള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ് ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ ഐ എം വെൽക്കമിങ് യു ഓൾ ടു ദ ലൈവ് വെബിനാർ സെഷൻ. സോ നമുക്ക് നോക്കാം. മോസ്റ്റ് അവൈറ്റിംഗ് എക്സാം തന്നെയാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 കേരള PSC കണ്ടക്ട് ചെയ്യുന്നത് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തസ്തികകളിലേക്ക്, ആ ഒരു കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേണ്ടിയിട്ടാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിനേഷൻ മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, ഏകദേശം സാലറി സ്കെയിൽ എന്ന് പറയുന്നത് പേ സ്കെയിൽ ഏകദേശം ഒരു 35,000 മുതൽ ഒരു 75,000 വരെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പേ സ്കെയിലാണ് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2-നുള്ളത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജും അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് ജനറൽ, രണ്ടാമത് ടെക്നിക്കൽ. ജനറൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം, 50% മാർക്ക് വാങ്ങി പാസ്സായിരിക്കണം. പിന്നെ ബി ഗ്രേഡിന്റെ സയൻസ് സബ്ജക്റ്റുകളിലെല്ലാം ബി ഗ്രേഡ്സ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് എക്സാമിനേഷൻ. ആ ഒരു കാറ്റഗറി വരുന്നത് എക്സ് സർവീസ്മെന്നാണ്. എക്സ് സർവീസ്മെന് ഏകദേശം 15 വർഷത്തോളം ആംഡ് ഫോഴ്സസിൽ സർവീസ് ചെയ്ത എക്സ് സർവീസ്മെന്നിനാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. SSLC അല്ലെങ്കിൽ ഒരു 15 ഇയേഴ്സ് സർവീസ് ഉള്ള ഒരു എക്സ് സർവീസ്മെൻ ആയിരിക്കണം. പക്ഷെ അദ്ദേഹം പാസ്സായിരിക്കേണ്ടത് ക്ലാസ് 1 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റന്റ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഒരു എക്സ് സർവീസ്മെന്നിനായിരിക്കും ഈ ഒരു എക്സാം എഴുതാനായിട്ട് യോഗ്യതയുള്ളത്. ഈ ആംഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇതൊക്കെയാണ് നമ്മുടെ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ 1 ഇയർ DMLT പാസ്സായിരിക്കണം. DMLT എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഇതാണ് DMLT. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ മെഡിക്കൽ കോളേജസ് ഇൻ കേരളയോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, അക്രഡിറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കണം. മെയിനായിട്ട് ഓർക്കേണ്ടത് 1 ഇയർ DMLT പാസ്സായിരിക്കണം. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ തന്നെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, BSc MLT ഉണ്ട്. അപ്പോൾ അത് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എന്തിനാണ് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാം പാസ്സാവുന്ന? നമ്മൾ എല്ലാ കോഴ്സുകളൊക്കെ പഠിച്ച് നമ്മൾ തിയറി നോളജും പ്രാക്ടിക്കൽ നോളജും ഒക്കെ നമുക്ക് അപ്ഹെൽഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ എന്തിനാണ് ഈ ഒരു ഗവൺമെന്റ് സ്ട്രക്ചറിലേക്ക് ഈ ലബോറട്ടറി ടെക്നീഷ്യനെ റിക്രൂട്ട് ചെയ്യുന്നത്? ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യന്റെ മെയിൻ ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഫുള്ളി ഇൻ ദ ലബോറട്ടറി എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ഓർഗാനിസംസ്, ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ്. ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് എൻവയൺമെന്റ് ആയിരിക്കും. ലാബില് സാമ്പിൾസിന്റെ ടെസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഒരു ഹ്യൂമൻ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾസ്, അതിപ്പോ ബ്ലഡ് സാമ്പിൾസ് ആവാം, സിറം ആയിരിക്കാം, യൂറിൻ സാമ്പിൾസ് ആയിരിക്കാം, സ്പ്യൂട്ടം കഫം ആയിരിക്കാം, ഫീക്കൽ മാറ്റർ ആയിരിക്കാം, മലവിസർജനങ്ങൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മുടെ ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയാണ് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യന് ഉള്ളത്. ഞാനൊന്ന് ചുരുക്കത്തിൽ ഒരു ബ്രീഫായിട്ട് പറയാം. കളക്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് സാമ്പിൾസ്, ഒരു പേഷ്യന്റ്, ഒരു ഡോക്ടർ ഒരു ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്നും പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ടായിരിക്കും ആ ഒരു പേഷ്യന്റ് ലാബിലേക്ക് എത്തുന്നത്. അത് വെച്ചിട്ട് അത് നോക്കി ബ്ലഡ് സാമ്പിൾ എങ്കിൽ ബ്ലഡ് സാമ്പിൾ, യൂറിൻ എങ്കിൽ യൂറിൻ, ഫിക്കൽ മാറ്റർ എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പ്യൂട്ടം സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ TB ഒക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്യൂട്ടം സാമ്പിൾസ് ആണ് കൊടുക്കുന്നത് കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടിയിട്ട്.
അപ്പൊ അങ്ങനെ ഈ ബ്ലഡ് ടെസ്റ്റിങ്ങിൽ തന്നെ ഡിഫറെന്റ് ബോട്ടിൽസിലാണ് നമ്മൾക്ക് ഏത് ടെസ്റ്റിനനുസരിച്ച് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആന്റി കൊയാഗുലൻസ് ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ബ്ലീഡിങ്, ഇപ്പൊ ഒരു സർജറി പ്രൊസീജിയർ ഒക്കെ ചെയ്യാനിരിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ അവർക്ക് ബേസിക് ബോഡി ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ടൈം എത്രയാണ്, ക്ലോട്ടിങ് ടൈം എത്രയാണ്, അങ്ങനെയൊക്കെ ഉള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയാണ് ഈ ലബോറട്ടറി ടെക്നീഷ്യനുള്ളത്. അപ്പോൾ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുക, ആ സാമ്പിൾസിനൊക്കെ ഏത് ടെസ്റ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് ആ ടെസ്റ്റുകളൊക്കെ തന്നെ ചെയ്യുക, റിസൾട്ട് ഒക്കെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് റിപ്പോർട്ടായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്രേഡിയന്റ് വെച്ചിട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ എബവ് ദ നോർമൽ ലിമിറ്റ് അല്ലെങ്കിൽ ബിലോ ദ നോർമൽ ലിമിറ്റ് അങ്ങനെയുള്ള രീതിയിൽ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ മെയിൻറ്റെയിൻ ഓഫ് ദ ലബോറട്ടറി, ഒരു ലബോറട്ടറി സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ലാബിലൊക്കെ ചെല്ലുമ്പോഴും കാണുന്നുണ്ട്, നമ്മൾ സിറിഞ്ചസ് ആയാലും നീഡിൽസ് ആയാലും കോട്ടൺസ് ആയാലും സ്വാബ്സ് ആയാലും എല്ലാം തന്നെ മിസ്പൊസിഷൻ ചെയ്യാതെ തന്നെ കറക്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് എടുക്കേണ്ടത് അതിൽ സാനിറ്റൈസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആക്കി ലാബ് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ലബോറട്ടറി ടെക്നീഷ്യന്റെ ജോലിയാണ്. പിന്നെ എൻഷുറിങ് കോംപ്ലിയൻസ്, അതായത് ഇതെല്ലാം നടക്കുന്നുണ്ട്, കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, അതും ഒരു ലബോറട്ടറി ടെക്നീഷ്യന്റെ ജോലിയിൽപ്പെടും. അപ്പോൾ ഈ ഒരു ഡിസീസ് ഡയഗ്നോസിസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗിയുടെ ഏറ്റവും കൂടുതൽ സാമ്പിളിംഗ് അനാലിസിസ് ഒക്കെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുക, ലേബൽ ചെയ്യുക, ഒരു പേഷ്യന്റിന്റെ നെയിം, സെക്സ്, ഇയർ, ഏജ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി ടൈം, കളക്ഷൻ ഓഫ് ദ സാമ്പിൾ ടൈം കളക്ട് ചെയ്യുന്ന എഴുതുക. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറിൻ സാമ്പിൾസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് അവര് ബോട്ടിൽ തരുമ്പോൾ തന്നെ ഓൾറെഡി പ്രീ ലേബൽ ചെയ്തായിരിക്കും തരുന്നത്. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട്, അത്രയും പങ്ക്ച്വൽ ആയിട്ട്, അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യേണ്ട അനാലിസിസുകളാണ് ഈ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ചെയ്യുന്നത്. ഇനി ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2-ലേക്കാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ ഗ്രേഡ് 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരള PSC, നമ്മുടെ കേരള ഗവൺമെന്റ് സ്ട്രക്ചറിൽ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരു എൻട്രി ടു മിഡ് ലെവൽ റോളാണ് വരുന്നത്. ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ആ ഒരു കേഡറിൽ തന്നെ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ എൻട്രി മുതൽ ഒരു മിഡ് ലെവൽ റോളിലേക്കാണ് ഈ ഗ്രേഡ് 2 കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഹയർ ഗ്രേഡ്സ് ഉണ്ട്, ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡ് 2 ലബോറട്ടറി ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസും ടെക്നിക്കൽ എക്സ്പെർട്ടൈസും ഒക്കെ ആയതിനു ശേഷം കുറച്ചുകൂടെ സീനിയർ റോളിലേക്ക് എത്തുമ്പോഴാണ് ഗ്രേഡ് 1 ആവുന്നത്. അപ്പൊ ഗ്രേഡ് 2-ൽ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു എൻട്രി ടു മിഡ് ലെവൽ റോൾസിലേക്കാണ് ഗ്രേഡ് 2-ന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി PSC നടത്തിയിട്ടുള്ള എക്സാമിനേഷനിൽ തന്നെ ലാസ്റ്റ് അഡ്വൈസസ് എപ്പോഴൊക്കെയാണ് വന്നിട്ടെന്ന് നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് ആയിട്ടും നടത്തിയിട്ടുണ്ട്, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ്സും നടന്നിട്ടുണ്ട്. ജനറൽ റിക്രൂട്ട്മെന്റ് ലാസ്റ്റ് നടന്നത് 2020-ലാണ്. 2020-ലാണ് ജനറൽ റിക്രൂട്ട്മെന്റ് നടന്നത്. അത് ഹെഡ് ഓഫീസ് ജനറൽ റിക്രൂട്ട്മെന്റ് ആണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. ടോട്ടൽ 297 അഡ്വൈസസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് 14/12/2023-ലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ ഡിസ്ട്രിക്ട് വൈസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്രൂട്ട്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വയനാടിന്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വർഷം തന്നെ ഒക്ടോബർ 3-നാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത്. പക്ഷെ വളരെ ചെറിയ കാൻഡിഡേറ്റ്സ് ആണ് അഡ്വൈസ് വന്നിരിക്കുന്നത്, വളരെ നമ്പർ ചെറിയ കാൻഡിഡേറ്റ്സിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെ തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഏകദേശം 28 വരെയൊക്കെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ജനറൽ റിക്രൂട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പ്രീവിയസ് എക്സാം പാറ്റേൺസ് ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു 2017-18, 2019-21 ഈ ഒരു 2 കാലഘട്ടത്തിലാണ് PSC റിക്രൂട്ട്മെന്റ്സ്, ലാബോറട്ടറി ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ്സ് നടത്തിയിട്ടുള്ളത്. അതിൽ 2017-18 എന്ന് പറയുന്നത് സിലബസ് വന്നപ്പോൾ നമുക്കൊരു 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്, ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമുക്ക് വന്നത്. അത് പാർട്ട് 1 എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി,
മൈക്രോബയോളജി, പാരസൈറ്റോളജി, ബ്ലഡ് ബാങ്കിങ്, സൈറ്റോളജി. ഇത് കൂടാതെ തന്നെ 1-2 പെത്തോളജി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഡിവിഷൻ, ഇങ്ങനെ 5 പാർട്ടായിട്ട് ഡിവിഷനാണ് വന്നത്. ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി എന്ന് പറയുമ്പോൾ ഒരു ലബോറട്ടറി അനാലിസിസിന് വേണ്ടി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഫ്ലിബോട്ടമി എന്ന് പറയുന്നത്. ഹെമറ്റോളജി എന്ന് പറയുകയാണെങ്കിൽ ബ്ലഡും അല്ലെങ്കിൽ ബ്ലഡിനോട് അനുബന്ധിച്ചുള്ള ഡിസീസും അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് ഹെമറ്റോളജി. ഇനി ബയോകെമിസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം, ഒരു ജീവജാലത്തിന്റെ ബോഡിയിൽ നടക്കുന്ന ബയോകെമിക്കൽ പ്രോസസ്സുകളെയാണ് ബയോകെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് അതില് പാതജനിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. ഡിസീസ് കോസിങ്, ഏത് രോഗമാണോ കോസ് ചെയ്യുന്നത് ആ ഒരു മൈക്രോ ഓർഗാനിസംസിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ പാരസൈറ്റോളജി, പാരസൈറ്റുകളുടെ സ്റ്റഡി. ബ്ലഡ് ബാങ്കിങ്, അതായത് ബ്ലഡിന്റെ കളക്ഷനും പ്രിസർവേഷൻ, സ്റ്റോറേജ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് എങ്ങനെയാണ് ബ്ലഡ് ഇങ്ങനെ കൊടുക്കുക, വാങ്ങുക, അങ്ങനെയുള്ളതൊക്കെയാണ് ബ്ലഡ് ബാങ്കിങ്. സൈറ്റോളജി എന്ന് പറയുമ്പോൾ ഒരു സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫങ്ഷൻസും, ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണ്, ഗ്രോത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഈ സൈറ്റോളജി. പിന്നെ ഒരെണ്ണമുണ്ട് പെത്തോളജി. പെത്തോളജി എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് ഡയഗ്നോസിസ്, ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് പെത്തോളജി. പിന്നെ ഇമ്മ്യൂണോളജി, അതായത് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, ഒരു മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അടങ്ങിയ ഒരു പാർട്ട് 1 ആയിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ ഒരു എക്സാമിന്റെ സമയത്ത് പാർട്ട് 2 ആയിട്ട് ഫിസിക്സും, പാർട്ട് 3 കെമിസ്ട്രിയും, പാർട്ട് 4 ബോട്ടണി സുവോളജിയും, പാർട്ട് 5 GK, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ്, ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സിലബസ് ആണ് വന്നത്. അതിൽ 50 മാർക്ക് ഈ പാർട്ട് 1-ൽ നിന്നും ബാക്കി 50 മാർക്ക് പാർട്ട് 2, 3, 4, 5-ലാണ് വന്നത്. ഞാൻ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആ സമയത്ത് വന്നത്. പാർട്ട് 1 ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി, ഹെമറ്റോളജി ഇങ്ങനെ വന്നു. ബ്ലഡ് ഒരു ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ട് 1-ൽ തന്നെ ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും പെത്തോളജിയും എല്ലാം തന്നെ ആ ഒരു പാർട്ട് 1-ൽ ഫുൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ വീണ്ടും ഫിസിക്സ് ആയിരുന്നു വന്നത്. ഫിസിക്സ് ബേസിക് തൊട്ട് യൂണിറ്റ് മുതൽ ബാക്കി ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്സ്, സോളിഡ് ലിക്വിഡ്, വേവ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC കറണ്ട്, DC കറണ്ട്, അങ്ങനെ കണ്ടക്ടേഴ്സ് വരെ നിൽക്കുന്ന ഫിസിക്സിൽ തന്നെയും വളരെ ലോങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു വന്നത്. പിന്നെ പാർട്ട് 3 കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് തന്നെ ബേസിക് മുതൽ ബാക്കിയെല്ലാം VSEPR തിയറി, മൊലാലിറ്റി, മോൾ കൺസെപ്റ്റ്, ഹൈഡ്രോകാർബൺ, പോളിമേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള അത്രയൊരു ലോങ് സിലബസ് ആണ് വന്നത്. പിന്നെ പാർട്ട് 4-ൽ ബോട്ടണി സുവോളജി, അതായത് ആനിമൽ ഡൈവേഴ്സിറ്റി, പിന്നെ പ്ലാന്റ് സെൽ ഡിവിഷൻ, ആനിമൽ സെൽ ഡിവിഷൻ, പ്ലാന്റ് ഫിസിയോളജി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. സുവോളജി വരുമ്പോഴും അതേ പാറ്റേണിൽ തന്നെ ആനിമൽസിന്റെ ജനറ്റിക്, എവല്യൂഷൻ, പിന്നെ ആനിമൽ കിങ്ഡം, ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ, പിന്നെ ആപ്ലിക്കേഷൻ ബയോളജി, ടിഷ്യൂ കൾച്ചർ, ബയോടെക്നോളജി എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ടോപ്പിക്. പാർട്ട് 5 എന്ന് പറയുമ്പോൾ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ് ഇൻ കേരള. അപ്പൊ ഇത്രയും വലിയൊരു ലോങ് അപ്പോ പാർട്ട് 1-നും പാർട്ട് 5 ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നത്. 2020 ആ ഒരു അടുത്ത ലബോറട്ടറി ടെക്നിക് സിലബസ് വന്ന സമയത്ത് വളരെയധികം ചുരുങ്ങി. ഈ ജനറൽ ടോപ്പിക്സും ബാക്കി സയൻസ് ടോപ്പിക്സും എല്ലാം മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് മെഡിക്കൽ രംഗത്തുള്ള ലബോറട്ടറി ടെക്നീഷ്യന് വേണ്ടിയിട്ട് എന്തൊക്കെ സബ്ജക്റ്റുകളാണോ ആവശ്യം ആ ഒരു സബ്ജക്റ്റിലേക്ക് പ്രിസൈസ്ഡ് ആയിട്ട് ഈ സിലബസ് എല്ലാം ചുരുങ്ങി. അപ്പൊ ചുരുങ്ങിയപ്പോഴത്തേന് അതിൽ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വന്നത് പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ഈ 3 ടോപ്പിക്കും. പക്ഷെ കഴിഞ്ഞ ഇതിന്റെ പ്രീവിയസ് സെഷനിൽ വന്നപ്പോൾ ആ പാർട്ട് 1 എന്നുള്ള ഇതിലായിരുന്നു ഈ 3 ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നമുക്ക് പൊതുവെ ഇപ്പൊ അറിയാം, ഇപ്പോഴത്തെ ഒരു
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ടെക്നിക്കൽ എക്സാംസ് വരുന്നതിനെല്ലാം തന്നെ ജനറൽ പേപ്പേഴ്സ് ഇല്ല. അപ്പൊ അന്നേ ഈ 2019 ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഈ ഒരു ഇനി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അടുത്ത സിലബസ് വരുമ്പോൾ ജനറൽ ടോപ്പിക്സ് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളൊരു അസംഷനിലാണ് നമുക്ക് ഇരിക്കാം. പക്ഷെ ഈ അത്രയും പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഈ 2019-21 പെത്തോളജിയിൽ നിന്ന് 6 മൊഡ്യൂൾസും മൈക്രോബയോളജിയിൽ നിന്ന് 5 മൊഡ്യൂൾസും ബയോകെമിസ്ട്രിയിൽ നിന്ന് 26 മൊഡ്യൂൾസും. ഇപ്പം ബയോകെമിസ്ട്രി ആണ് കൂടുതലായിട്ട് വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടുതൽ ബയോകെമിസ്ട്രിക്കാണ്. ഞാൻ ആ സിലബസ് കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. പെത്തോളജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. മൊഡ്യൂൾ 1 ആയിട്ട് ഹെമറ്റോളജി, നേരത്തെ പറഞ്ഞ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും ബ്ലഡിനെ പറ്റി പഠിക്കുന്ന ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് അത്. പിന്നെ ക്ലിനിക്കൽ പെത്തോളജി, ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടത്. യൂറിൻ അനാലിസിസ് ഉണ്ട്, ഫീക്കൽ അനാലിസിസ് ഉണ്ട്, സ്പ്യൂട്ടം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ്സ്, സെമൻ അനാലിസിസ്. ഇത്രയും സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹിസ്റ്റോ ടെക്നോളജി, അതും ഇതുപോലെ ഹിസ്റ്റോളജി എല്ലാം തന്നെ മൈക്രോട്ടോം പ്രിപ്പറേഷൻ, പാരഫിൻ സെക്ഷൻസ്, സാമ്പിളിങ്, സ്റ്റെയിനിങ് ഒക്കെ തന്നെ. സൈറ്റോളജി, സെൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം, ആസ്പിറേഷൻസും ടെസ്റ്റിങ്ങും ഒക്കെ. സൈറ്റോജെനറ്റിക്സ്, ബ്ലഡ് ബാങ്കിങ്, ബ്ലഡ് എന്താണ്, ബ്ലഡിന്റെ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണ്, ഗ്രൂപ്പിംഗ് എന്താണ്, ട്രാൻസ്ഫ്യൂഷൻ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്ഫ്യൂഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഈ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ബ്ലഡ് ബാങ്ക് വരെയുള്ള, പക്ഷെ വളരെ ചുരുങ്ങി വളരെ പ്രിസൈസ്ഡ് ആയിട്ട് സിലബസ് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു പെത്തോളജി എന്ന് പറയുന്നത്. ഇനി മൈക്രോബയോളജി നോക്കുകയാണെങ്കിൽ വീണ്ടും അതും ഒരു 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം തന്നെ ജനറൽ മൈക്രോബയോളജി. എന്താണ് മൈക്രോബയോളജി? മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി എവിടെ നിന്ന് സ്റ്റാർട്ടായി, ഒരു ലബോറട്ടറി എന്താണ്, ലബോറട്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ലബോറട്ടറി എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം, സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. പിന്നെ മൈക്രോബയോളജിയിൽ നമ്മൾ കൾച്ചർ ചെയ്തു എന്നൊക്കെ പറയും. നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് കൾച്ചർ ചെയ്യുന്നത്. അപ്പൊ കൾച്ചർ ചെയ്തതിന് ശേഷം സ്റ്റെയിനിങ് എങ്ങനെയാണ്, പിന്നെ കൾച്ചർ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ വ്യൂ ചെയ്യാനായിട്ട് മൈക്രോസ്കോപ്സ് വളരെ ആവശ്യമാണ്. അപ്പൊ മൈക്രോസ്കോപ്പി എന്നുള്ളൊരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയയുടെ ബേസിക് മുതൽ റാപ്പിഡ് സിറോളജിക്കൽ ടെക്നിക്സ് ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരെ വരുന്നുണ്ട്. ഒരു പാരസൈറ്റോളജി, പാരസൈറ്റ്സ് എന്താണ്, അതിന്റെ ഒരു ബേസിക് മുതൽ ഒരു അഡ്വാൻസ്ഡ് വരെ. മൈക്കോളജി എന്ന് പറയുമ്പോഴേ ഓർക്കുക ഫംഗസ് റിലേറ്റഡ് ആയിട്ടാണ് മൈക്കോളജി. അപ്പൊ എന്താണ് ഫംഗസ്, ഫംഗസിന്റെ സ്ട്രക്ചർ എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ് മുതൽ അതിന്റെ വരെ ഉണ്ട്. വൈറോളജി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വൈറസ് എന്താണ്, വൈറൽ സ്ട്രക്ചർ എന്താണ്, വൈറലിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, പിന്നെ അതിന്റെ സ്റ്റെയിനിങ് ടെക്നിക്സ് എല്ലാം തന്നെ വരുന്നത്. ഇത്രയും ഒരു 5 മൊഡ്യൂളായിട്ടാണ് ഈ മൈക്രോബയോളജി സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത്. ഇനി ബയോകെമിസ്ട്രി ആണ് നമുക്ക് കൂടുതൽ മൊഡ്യൂൾസ് വരുന്നത്. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലിവിങ് ഓർഗാനിസംസിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, അതാണ് ബയോകെമിസ്ട്രി. ബയോ മീൻസ് ലൈഫ്, കെമിക്കൽ മീൻസ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ആ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ലബോറട്ടറി സെറ്റപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഗ്ലാസ് വെയേഴ്സ് എന്താണ്, പിന്നെ അപ്പാരറ്റസ്, നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസുകൾ, പിന്നെ ലബോറട്ടറി സേഫ്റ്റി എങ്ങനെയാണ്, യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കെമിക്കൽസ് എന്താണ്, പല ഗ്രേഡ് കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിന് കൊറോസീവ് ഉണ്ട്, നോൺ കൊറോസീവ് ഉണ്ട്. അപ്പോൾ ഈ അങ്ങനെയുള്ള കെമിക്കൽസിന്റെ സ്റ്റോറേജ് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആസിഡ്സ് ഒക്കെ തന്നെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്നുള്ള ഒരു ആസിഡ്, നമ്മൾ എല്ലാ കെമിക്കൽസും ഹാൻഡിൽ ചെയ്യുന്നത് ഗ്ലാസ് വെയറിലാണ്, ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽസിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇതിന് ഈ ഗ്ലാസിനെ മെൽറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എല്ലാം തന്നെ എടുക്കുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ്. അപ്പൊ അതൊക്കെ ബേസിക് നോളജ് ഉള്ള ഒരാളായിരിക്കണം ഈ എക്സാം പാസ് ആവുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് കുറച്ചും കൂടി സ്കിൽഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ടാമത്തെ ഈ ഒരു സെക്ഷനിലെ എക്സാമിന്റെ സിലബസ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്, നമ്മൾ എല്ലാ അനാലിസിസിനും ഉപയോഗിക്കുന്ന ഒരു മെയിൻ കോമ്പണന്റ് ആണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതിന്റെ എന്താണ്, പ്യൂരിറ്റി എന്താണ്, പിന്നെ SI യൂണിറ്റ്, പിന്നെ മോളാർ കോൺസെൻട്രേഷൻസ്, നോർമാലിറ്റി,
പിന്നെ കളക്ഷൻ സാമ്പിൾസ്, പ്രിസർവേഷൻ എങ്ങനെയാണ്, പിന്നെ ഓരോന്നിനും ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ബയോകെമിസ്ട്രിയിൽ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലൂറിമീറ്റർ, നെഫിലോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ, നമ്മുടെ ബ്ലഡിൽ സോഡിയം കുറഞ്ഞു അങ്ങനെയൊക്കെ പറയുമല്ലോ, സോഡിയം പൊട്ടാസ്യം കോൺസെൻട്രേഷൻസ് ഒക്കെ കണക്കാക്കുന്നത് നമ്മൾ ഫ്ലെയിം ഫോട്ടോമീറ്ററിലാണ്. പിന്നെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ, AAS, നമ്മൾ ഹെവി മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ അയൺ, കാൽഷ്യം അങ്ങനെയുള്ള മെറ്റൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു AAS എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ കിട്ടും. സെൻട്രിഫ്യൂജ്, നമുക്ക് ബ്ലഡിനെയൊക്കെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേഷൻ നടത്തുന്നത്, സീറം എന്നും ബ്ലഡ് ബാക്കി ഇതൊന്നും സെപ്പറേഷൻ നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാഗ്നറ്റിക് സ്റ്റിറർ, ഓർട്ടെക്സ്, pH മീറ്റർ, ഇപ്പൊ യൂറിന്റെ ഒക്കെ pH ഒക്കെ നോക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, pH മീറ്റർ ഒക്കെ. പിന്നെ റേഡിയോ ഐസോട്ടോപ്സ്, അതായത് റേഡിയോ ഐസോട്ടോപ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ അയഡിന്റെ റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയ ഒരു ബേസിക് ഐഡിയ. ഇനി ഈ ആപ്ലിക്കേഷൻ ലെവൽ നമ്മുടെ ഈ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ഫീൽഡിൽ ഈ റേഡിയോ ഐസോട്ടോപ്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ. പിന്നെ ബേസിക് ആയിട്ടുള്ള ബഫർ സൊല്യൂഷൻ, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി, ഓസ്മോസിസ് എന്താണ്, ഡയാലിസിസ് എന്താണ്, അഡ്സോർപ്ഷൻ, എമൽഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ബേസിക് ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ഇതെല്ലാം തന്നെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ലിപ്പിഡ് ഒക്കെ ലിപ്പിഡ് പ്രൊഫൈൽ കേട്ടുണ്ടായിരിക്കും. ലിപ്പിഡ് LDL, VLDL എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ കാണും. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അങ്ങനെയൊക്കെ. പിന്നെ ന്യൂക്ലിയിക് ആസിഡ്സ്, വൈറ്റമിൻസ് എന്താണ്, കോഎൻസൈംസ് എന്താണ്, പിന്നെ ഫുഡിന്റെ കലോറീസ്, പിന്നെ ഹീമോഗ്ലോബിൻ എന്നുള്ളൊരു കണ്ടന്റ്, പിന്നെ ഹീമോഗ്ലോബിന്റെ വേരിയേഷൻസ്, പിന്നെ പോർഫൈറിയ, പിന്നെ എൻസൈംസ്. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. അപ്പൊ നമ്മുടെ ബോഡി റിയാക്ഷൻസിനെ എല്ലാം കാറ്റലൈസ് ചെയ്യുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻസൈമോളജി, പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എൻസൈംസ്, ആസിഡ് ഫോസ്ഫറ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എൻസൈംസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് NICUലൊക്കെ വെക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കൂടുതലും ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ന്യൂട്രിയന്റ് ഇൻടേക്കും ഒക്കെ അറിയാനായിട്ട്. പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസുകളെല്ലാം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ബേസിക് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് തൈറോക്സിന്റെ ഒക്കെ കോൺസെൻട്രേഷൻസ് ഒക്കെ. പിന്നെ മോളിക്കുലർ ബയോളജി, DNA. മോളിക്കുലർ ബയോളജി എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒരു ന്യൂക്ലിയിക് ആസിഡും അതിന്റെ കോമ്പോസിഷനും ഒക്കെയാണ് മോളിക്കുലർ ബയോളജിയിൽ വരുന്നത്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു DNA-യിൽ നിന്ന് മറ്റൊരു DNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ഒരു cDNA, കോംപ്ലിമെന്ററി DNA. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു DNA-യിൽ നിന്ന് ഒരു mRNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഈ RNA-യിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്. പിന്നെ മോളിക്കുലർ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ബ്ലോട്ടിംഗ് ടെക്നിക്സ്, സദേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ട് അങ്ങനെയുള്ള ബ്ലോട്ടിംഗ് ടെക്നിക്സ്. PCR എന്ന് പറയുമ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതായത് നമുക്ക് വളരെ ഒരു ചെറിയ DNA സാമ്പിൾ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ DNA സാമ്പിളിനെ ആംപ്ലിഫൈ ചെയ്യാന്നാണ് പറയുക. ആംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു വലിയ സിഗ്നൽ കിട്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് PCR നടക്കുന്നത്. കൂടുതലായിട്ടും നമ്മുടെ ഫുഡ് ബോൺ പാത്തജൻസ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് ബോൺ പാത്തജൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് പോയ്സണിങ് വന്നിട്ട് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വരുന്ന ആളിന്റെ ഏത് ഓർഗാനിസം ആണ് ഈ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് തന്നെ, കുറെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ 24 hours, 48 hours അല്ലെങ്കിൽ അത്രയും ടൈം എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഓർഗാനിസത്തിനെ ഏത് ഓർഗാനിസമാണ് കോസ് ചെയ്തതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ PCR-നുള്ളത്. പിന്നെ യൂറിൻ, ഗാസ്ട്രിക് ജ്യൂസ്, ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ, ചാർജിന്റെ ബേസിസിൽ നമ്മുടെ ബയോമോളിക്യൂൾസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോഫോറസിസ്. ക്രോമാറ്റോഗ്രഫി. പിന്നെ ഇൻഫെക്ഷൻ എന്താണ്, ഇമ്മ്യൂണിറ്റി എന്താണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്താണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. ആന്റിജൻ എന്ന് പറയുന്നത് ഒരു ഫോറിൻ മെറ്റീരിയൽ വിച്ച് ഇസ് കോസിങ് ദ ഇൻഫെക്ഷൻ, അതിനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ്. അപ്പൊ അതിന്റെ ഇന്ററാക്ഷൻസ്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്സ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഡിസീസ് അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ബയോകെമിസ്ട്രി ടെസ്റ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ, തൈറോയിഡിന്റെ ഫംഗ്ഷൻ, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും, GTT,
GCT, ഗ്ലൈക്കലേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, പിന്നെ ട്യൂമറിന്റെ മാർക്കേഴ്സ്, ലിപ്പിഡ് പ്രൊഫൈല്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നെങ്കിലും പക്ഷെ ഇതെല്ലാം ധാരാളമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടോക്സിക്കോളജി, നമ്മുടെ ഒരു കെമിക്കൽ നമ്മുടെ ലിവിങ് ബോഡി ടോക്സിൻസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അനലൈസേഴ്സ്, പിന്നെ ക്വാളിറ്റി കൺട്രോൾ, പ്രിസിഷൻ ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാക്കി സ്റ്റാർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണെങ്കിലും ഈ ഒരു സിലബസിനെ നമുക്ക് ബേസിക് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് സിലബസും ഇല്ല, നോട്ടിഫിക്കേഷൻസ് ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം എന്തായാലും ബേസിക് ആയിട്ട് ഈ ഒരു നമ്മുടെ അനാലിസിസ് ഈ സിലബസ് വന്നപ്പോൾ ജനറൽ ടോപ്പിക്സ് എന്തായാലും ഇല്ല എന്നുള്ള ഒരു അനുമാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ലേറ്റസ്റ്റ് നമുക്ക് റെഫറൻസിനുള്ളത് ഈ വന്ന ഒരു സിലബസ് ആണ്. ഈ ഒരു സിലബസിലാണ് കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിട്ട് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ കുറെ നമ്മളിങ്ങനെ ബൈഹാർട്ടായിട്ട് പഠിക്കാതെ തന്നെ ഇയറോ അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ പേരോ അല്ലെങ്കിൽ വർഷമോ അങ്ങനെയുള്ള ഒന്നും പഠിക്കാതെ തന്നെ സ്കില്ല് കുറച്ച് അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ടൈപ്പിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് എന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടോപ്പിക്സ് ധാരാളം ഉണ്ടെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെപ്പറേറ്റ് ഓരോ മൊഡ്യൂളിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടി അറേഞ്ച്ഡ് ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സിലബസ് ആയിട്ട് നമുക്ക് ഇതിനെ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചിട്ട് ആയിരിക്കണം നമുക്ക് ഈ ഒരു അപ്കമിങ് ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാം വരുന്നതിനോട് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോ പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഈ 3 സബ്ജക്ട്സും ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോ ഈ കഴിഞ്ഞ സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഡിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ബയോകെമിസ്ട്രിയിലൊക്കെ ഇത്രയും മൊഡ്യൂൾ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, റിമൂവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡിഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ലബോറട്ടറി സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്കിന്റെ അഡിഷനോ ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. എന്നിരുന്നാലും ഈ ഒരു പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്നുള്ളത് ഒരു ബേസ് ആക്കി നമുക്ക് അസ്യൂം ചെയ്തിട്ട് ടെന്റേറ്റീവ് സിലബസ് മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. ഡീറ്റെയിൽഡ് സിലബസ് സൈറ്റിൽ അപ്ലോഡായി വരുന്നത് വരെ നമുക്ക് എല്ലാം ഒരു അനുമാനത്തിൽ മാത്രമാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന മുറയ്ക്ക് തന്നെ നമുക്കൊരു ബേസിക് ഈ പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്നുള്ള ഒരു രീതിയിൽ പഠിക്കാം. കാരണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ജനുവരിയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം PSC തന്നെ നടത്തുന്നുണ്ട്. ജനുവരിയിലാണ് എക്സാം. അപ്പോൾ കഴിഞ്ഞ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ 2015-ലും 20-ലും ആണ് നടന്നിരുന്നത്. അപ്പോൾ ഇപ്പൊ 2024-ല് സിലബസ് വന്നപ്പോ ആ ഫുഡിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആണെങ്കിൽ പോലും വളരെ ഒരു ടോപ്പിക് റിമൂവ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ് ലോയും ഫുഡ് ആക്ട് അങ്ങനെയുള്ള ഫുഡുമായിട്ട് നേരിട്ട് തന്നെ ബന്ധമുള്ള ഒരു മെയിൻ ടോപ്പിക് തന്നെ PSC-ന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു 7 മൊഡ്യൂൾ ഉണ്ടായിരുന്ന സിലബസ്, അതും സബ്ജക്ട് ഓറിയന്റഡ് മാത്രം ഉണ്ടായിരുന്ന സിലബസിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്ത് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആയിട്ട് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിലബസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഫുഡ് സേഫ്റ്റി, ഫുഡ് ലോ എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടി ബൈഹാർട്ടായിട്ട് പഠിച്ച് ലോ, ഇയർ, സെഷൻ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ഫുഡിന്റെ അങ്ങനെയൊക്കെ ഉള്ള ആക്ടുകൾ ഒക്കെ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറെ വരുന്ന ടോപ്പിക്സ് ആയിരുന്നു ഫുഡ് ലോസ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഈ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വന്നാലും ഒരുപാട് ജനറലൈസ്ഡ് ആയി പോകുന്ന ടോപ്പിക്സ് ഒക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി നമ്മുടെ പ്രിഫറൻസ് വരുന്നത് നമ്മുടെ ലാബിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്. കുറെ പഠിച്ച് എക്സാം മാർക്ക് കിട്ടി ജോലിക്ക് കയറുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ലാബിൽ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള സിലബസ് സെറ്റിങ്ങും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനും ആയിരിക്കും PSC എന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോൾ പെത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഒരു ബേസിസ് ആയിട്ട് നമുക്ക് വെക്കാം. എന്നിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ അഡിഷൻസോ റിമൂവലോ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ലാബിനുള്ളിൽ നടക്കുന്ന ഏതെങ്കിലും പ്രോസസ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയി പോകുന്ന ടോപ്പിക്സ് ഒക്കെ റിമൂവ് ചെയ്ത രീതിയിലായിരിക്കും നമുക്ക് ഇനി അടുത്തൊരു എക്സാം വരുമ്പോൾ സിലബസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്.
അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2018 നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 മാർക്സ് പ്യുവർ ആയിട്ട് പാർട്ട് 1 നിന്നും ബാക്കി 50 മാർക്സ് പാർട്ട് 2, 3, 4, 5 തുടങ്ങിയിട്ടുള്ള നോൺ EDMLT, അതായത് ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, ഫിസിക്സ്, പിന്നെ ജനറൽ ടോപ്പിക് ആയിട്ടുള്ള. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പാർട്ട് 5 ആദ്യത്തെ 50 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെത്തോളജി, ഡിസീസ്, ഹിസ്റ്റോളജി, ഹെമറ്റോളജി, അങ്ങനെയുള്ള പ്യുവർ ആയിട്ടും ലാബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സ്റ്റെയിനിങ്, മൈക്രോസ്കോപ്പ്, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ബയോകെമിസ്ട്രി റിലേറ്റഡ്, സെർബ്ലോസൈനൽ ഫ്ലൂയിഡ്, പിന്നെ ലാബിലുള്ള തന്നെ ലാബിന്റെ പ്രത്യേകത, സ്റ്റെറിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാദർ ഓഫ് മൈക്രോബയോളജി, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം വന്നിട്ട് പിന്നെ അടുത്ത 50 ക്വസ്റ്റ്യൻ ആ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി ഫിസിക്സിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് 10 BSc-PR തിയറി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. വീണ്ടും 71 ക്വസ്റ്റ്യൻ മുതൽ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്, ആനിമൽ കിങ്ഡം, അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും ജനറൽ ടോപ്പിക് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. ബാക്കി സബ്ജക്റ്റിൽ നിന്ന് ഏതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഇൻവോൾവ്മെന്റ് വരും എന്നുള്ളത് മാത്രമേ നമുക്കിനി അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 നടന്ന ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് പ്രോപ്പർലി നമ്മളിപ്പോ പറഞ്ഞ രണ്ടാമത് വന്ന സിലബസിന്റെ പോലെ പെത്തോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി പ്യൂർലി നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മതി എന്നുള്ള, അല്ലെങ്കിൽ അത്രയും സ്കിൽഡ് ആയിട്ട് കുറച്ചുകൂടി സ്കില്ല് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ അറിയാം, ബിക്കോസ് ഇറ്റ് ഇസ് ഇപ്പൊ ഇങ്ങനെ ഡൈപൊട്ടാസ്യം സോൾട്ട് ഓഫ് EDT എന്ന് പറയുമ്പോൾ CBC ഇങ്ങനെയാണ് മോർ വാട്ടർ സോൾവ്. ഇത് ഒരു കാണാതെ പഠിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവല്. പിന്നെ ഹീമോഗ്ലോബിന്റെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയാലും, പിന്നെ പ്രിസർവേറ്റീവ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നല്ല കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ അത്രത്തോളം എക്സാമിനേഷന്റെ ഒരു ടഫ്നെസ്സും കൂടും. എന്നിരുന്നാൽ പോലും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഗുഡ് കാൻഡിഡേറ്റ്സിനെ അവർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ്. ഇത് ഈ എക്സാമിൽ തന്നെയും ആണ് ഞാൻ പറഞ്ഞ ഒരു ഏകദേശം ലാസ്റ്റ് റിക്രൂട്ട്മെന്റിൽ വന്നപ്പോൾ ഒരു 297 ഓളം ആൾക്കാർ ജോലി ആയിട്ടുണ്ട്. സ്റ്റെയിനിങ് എല്ലാം തന്നെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ് വരുന്നത്, ബയോളജിക്കൽ ഹസാർഡ് ഇതിൽ ഏതാണ്, പെൻസിലിൻ ഡിസ്കവർ ചെയ്തത്, പിന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സബ്ജക്ട് ഓറിയന്റഡ് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതാണ് വരുന്നത്. കറക്റ്റ് 100 ക്വസ്റ്റ്യൻസും ഈ 3 ടോപ്പിക്സിന്റെ മാത്രം. ഞാനിപ്പോ പറഞ്ഞ പോലെ PCR ടെക്നിക്ക് ഫോർ PCR ഇൻക്ലൂഡ് ഏതാണ്, ഡിനാച്ചുറേഷൻ, ആംപ്ലിഫിക്കേഷൻ, അനിയലിംഗ്, ഇത് 3ഉം PCR ഇൻവോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ്. പിന്നെ പ്ലോട്ട് എന്ന് പറഞ്ഞ പോലെ സദേൺ പ്ലോട്ട്, വെസ്റ്റേൺ പ്ലോട്ട്, അങ്ങനെയുള്ള, പിന്നെ ഏതാണ് DNA ഏതാണ്, RNA ഏതാണ്, അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പൊ അത്രയും നല്ല ഓറിയന്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു രണ്ടാമത് വന്നത്. അപ്പോൾ ഈ ആ സിലബസിനെയും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഒരു അനുമാനത്തിൽ മാത്രമേ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് സിലബസ് വന്നതിന് ശേഷം, ബാക്കി എന്തെങ്കിലും അഡിഷൻസോ റിമൂവലോ ഒക്കെ വന്നതിന് ശേഷം കൺഫേം ആക്കണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെയും ഈ ഒരു പെത്തോളജി എന്നുള്ള രീതിയിൽ, മൈക്രോബയോളജി എന്നുള്ള രീതിയിൽ ആ ഒരു അസംഷനിലും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് റെഫറൻസ് ബുക്കും കൂടെ പറയുന്നുണ്ട്. അതില് പെത്തോളജി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ആയിട്ട് ഞാൻ ഒരു 5 ബുക്സ് ആണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു 3 ബുക്സ് ഇന്ത്യൻ ഓതേഴ്സിന്റെയും 2 ബുക്ക് ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ആണ്. അപ്പോൾ ഫസ്റ്റ് പെത്തോളജി ക്വിക്ക് റിവ്യൂ ബൈ ഹർഷ, റിവ്യൂ ഓഫ് പെത്തോളജി ജെനറ്റിക്സ് ബൈ ഗോവിന്ദ് ആൻഡ് സ്പർശ്, പിന്നെ പെത്തോളജി സിംപ്ലിഫൈഡ് ബൈ സച്ചിൻ.
ഇത് മൂന്നും ഒരു ഇന്ത്യൻ ഓതേഴ്സ് ആണ്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് MCQ ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഫീസിബിൾ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഓതേഴ്സ് ആണ്. അപ്പൊ അത് നമ്മുടെ ഒരു പഠിക്കുന്ന ആളുടെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചും ആ ഒരു ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അനുസരിച്ചും ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഈ ലാസ്റ്റിലത്തെ 2 ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബുക്ക് നോക്കാം. പിന്നെ നെക്സ്റ്റ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഫുള്ള് മൈക്രോ ഓർഗാനിസംസ്, സ്റ്റെയിനിങ്, മൈക്രോസ്കോപ്പ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ 3 ഇന്ത്യൻ ഓതേഴ്സ് ഉണ്ട്. അനന്തനാരായൺ ആൻഡ് പണിക്കർ, പിന്നെ ഡുബെ ആൻഡ് മഹേശ്വരി. ഡുബെ ആൻഡ് മഹേശ്വരി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ മൈക്രോബയോളജി ആണ്. ഫുൾ ഒരു പ്രാക്ടിക്കൽ അനാലിസിസ് നമ്മളിപ്പോ ലാബിൽ ചെയ്യുന്നത് തന്നെ നമ്മൾ കൾച്ചറിങ്ങും സ്റ്റെയിനിങ്ങും മൈക്രോസ്കോപ്പിൽ എക്സാമിനേഷനും ഏത് രീതിയിലായിരിക്കും, കോക്കസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസംസ് തന്നെ സ്പെറിക്കൽ ആണെങ്കിൽ നമ്മൾ കോക്കസ്, അങ്ങനെയൊക്കെ ഗ്രാം പോസിറ്റീവ്, നെഗറ്റീവ്, പല സ്റ്റെയിനിങ്ങുകൾ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ പ്രാക്ടിക്കൽ മൈക്രോബയോളജി ടെക്സ്റ്റ് നിന്ന് കിട്ടും. പിന്നെ എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ബൈ അപൂർവ ആൻഡ് സന്ധ്യ ഭട്ട്. പിന്നെ ലാസ്റ്റ് 2 വരുന്നത് 2 ഇന്റർനാഷണൽ ഓതേഴ്സ് ആണ്. അതിൽ നമ്മുടെ മൈക്രോബയോളജിയിലെ ഒരു ബൈബിള എന്നൊക്കെ പറയുന്ന പോലെ പ്രെസ്കോട്ട്, പെൽസാർ. പ്രെസ്കോട്ട് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഒരു ബുക്കാണ് ഈ പ്രെസ്കോട്ട് എന്ന് പറയുന്നത്. പെൽസാറും മൈക്രോബയോളജി ബേസിക് കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. പെൽസാർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ എല്ലാ ഡീറ്റെയിലിങ്ങും നടത്തിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഈ പെൽസാർ എന്ന് പറയുന്നത്. പെൽസാർ, ECS ചാൻ ആൻഡ് നോയൽ ക്രേഗ്. പിന്നെ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബയോകെമിസ്ട്രി ബൈ വാസുദേവൻ, ശ്രീകുമാരി ആൻഡ് കണ്ണൻ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. വളരെ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബേസിക് ടെക്സ്റ്റ് ആണ്. ബയോകെമിസ്ട്രിക്ക് കറക്റ്റ് ആയിട്ട് റെഫറൻസിന് പറ്റിയ ഒരു ടെക്സ്റ്റ് ആണ് വാസുദേവൻ, ശ്രീകുമാരി. പിന്നെ സത്യനാരായണയുടെ ടെക്സ്റ്റ് ബയോകെമിസ്ട്രി, അതും വളരെ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു പോകുന്ന ടെക്സ്റ്റ് ആണ്. പിന്നെ പ്രാക്ടിക്കൽ ബയോകെമിസ്ട്രി. ഇപ്പൊ ഞാൻ ഒരു പ്രാക്ടിക്കൽ ബയോകെമിസ്ട്രി ടെക്സ്റ്റും ഉണ്ട്, ഗുപ്ത ആൻഡ് ഭാർഗവ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഇന്റർനാഷണൽ ബുക്സ് ആണ് ബയോകെമിസ്ട്രിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹാർപ്പറും ലെനിഞ്ചറും. ഹാർപ്പറും ലെനിഞ്ചറും ഒരു എക്സ്ട്രാ അഡിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ടെക്സ്റ്റ് ബുക്കും കൂടെ റെഫർ ചെയ്യാം. ഇപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ചിലപ്പോൾ ഇതിന്റെ പഴയ വേർഷൻസ് നമുക്ക് PDF ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PDF ഡൗൺലോഡറൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടും കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തന്നെ ഈ ഓതർ ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് എഴുതിയ ബുക്കുകൾ, ചെറിയ ബുക്കുകൾ, ഇതിന്റെയൊക്കെ റെഫറൻസ് വെച്ചുകൊണ്ട് എഴുതിയ ചെറിയ ബുക്സും അല്ലെങ്കിൽ അതിന്റെ എങ്കിലും PDF ഉണ്ടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആക്റ്റീവായിട്ട് ക്ലാസ്സസിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ലൈബ്രറി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദ ലൈബ്രറീസ്, യൂണിവേഴ്സിറ്റികളിലും ലൈബ്രറികളിലും കോളേജുകളിലും ഒക്കെ തന്നെ ഈ ബുക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയും റെഫറൻസ് പറ്റും. ഇത്രയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. മെയിനായിട്ട് ഉദ്ദേശിച്ചത് എന്താണ് ജോബ് പ്രൊഫൈല്, പോസ്റ്റ് എങ്ങനെയാണ്, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോബ് ആദ്യം പറഞ്ഞത് നമ്മൾ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ ടെക്നിക്കലും ജനറൽ ക്വാളിഫിക്കേഷനും. പിന്നെ ഗ്രേഡ് 2ന്റെ പ്രത്യേകത, അതൊരു എൻട്രി ടു മിഡ് ലെവൽ ആയിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ എന്താണ് ഒരു ഡ്യൂട്ടി, ഒരു ജോബ് പ്രൊഫൈൽ എന്ന് വരുമ്പോൾ എന്തൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് അത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഒരു ലാബിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇവൻ ലാബ് കോട്ട് മുതൽ ഒരു കെമിക്കൽ ഹാൻഡിൽ ചെയ്യുന്നത് വരെ, ഒരു സ്ലൈഡ് എടുക്കുക, ഒരു പിപ്പറ്റ് ആയാലും ബ്യൂററ്റ് ആയാലും അതിന്റെ സ്ലൈഡുകളായാലും നീഡിൽസ്, ഒരു ഫോർസെപ്സ് ആയാലും അല്ലെങ്കിൽ ഒരു സ്ട്രീക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കോയിലുകളായാലും നമുക്ക് അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരു ലാബ് ടെക്നീഷ്യന് മാത്രമാണ് അത് മനസ്സിലാവും. ഒരു ലാബ് സക്സസ്ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുക. മെയിനായിട്ട് പറയാ ഒരുപാട്, കാരണം പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് വരുന്ന ഒരു കണ്ടീഷനാണ്, ആ ഒരു എൻവയൺമെന്റ് ആണ് ഒരു മെഡിക്കൽ ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സാമ്പിൾസ്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പിൾസ്, അല്ലെങ്കിൽ അനാലിസിസ് കഴിഞ്ഞ സാമ്പിൾസ്, അതിന്റെ പ്രോപ്പർ ഡിസ്കാർഡിങ്, അതിന്റെ സ്റ്റോറേജ്. കാരണം എപ്പോഴും നമ്മൾ പോയിട്ട് ബ്ലഡ് എടുക്കാനോ യൂറിൻ സാമ്പിൾ മറ്റേത് ശരിയായില്ല, ഇനി അടുത്ത ഒരു സാമ്പിൾ കൂടി തരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും ഒരു ഇൻഡിവിജ്വലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും ക്ലിയർ കട്ട് ആയിട്ട് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത്
ആ ഒരു ലെവലിൽ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അവരുടെ ഇമ്പോർട്ടൻസ്. അവർ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്ന് പഠിച്ചിരുന്ന സമയത്ത് തന്നെയും അവർ ആ ഒരു ഡിസിപ്ലിൻ പാലിച്ചായിരിക്കണം വന്നത്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് അവർ ജോലിക്ക് കയറിയാലും എൻവയൺമെന്റ് മാറുന്നേ ഉള്ളൂ. പക്ഷേ ദേ ഷുഡ് ബി പങ്ക്ച്വൽ ഇൻ ദെയർ ജോബ്. അവർ പങ്ക്ച്വാലിറ്റിയും ആ ഒരു ക്ലാരിറ്റിയും ഒക്കെ പാലിക്കുന്നവരായിരിക്കും. പിന്നെ ഓർക്കേണ്ടത് ഒരു ലാബ് ആയതുകൊണ്ട് തന്നെ പലതരം ഡിസീസ്ഡ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ക്രോസ് കണ്ടാമിനേഷൻസ് അവോയ്ഡ് ചെയ്യുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്ഫർ, അതുകൊണ്ടുണ്ടാവുന്ന കണ്ടാമിനേഷൻ, ഇതാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുക. അങ്ങനെയുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, ലാബ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ലാബിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡിൽ പറഞ്ഞിരിക്കുന്ന ഫുള്ള് കറക്റ്റ് ആയിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഒരു ലബോറട്ടറി ടെക്നീഷ്യന്റെ ജോലി എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോപ്പർലി നമുക്ക് എക്സാമിന് പഠിച്ച് ഈ ജോലിയിൽ എങ്ങനെ പ്രവേശിക്കാം എന്നുള്ള രീതിയിലാണ് പിന്നെ പറഞ്ഞത്. അതിൽ 2 റെഫറൻസ് ആണ് ഞാൻ എടുത്തത്. ഒന്ന് 2018 വന്നൊരു നോട്ടിഫിക്കേഷനും പിന്നെ ഒന്ന് 2020 വന്നതും. അപ്പോ ആ സിലബസിന്റെ ചേഞ്ച് തന്നെ വളരെ കുറച്ചും കൂടി സബ്ജക്ട് ഓറിയന്റഡ് ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഈ ലാബോറട്ടറി ടെക്നീഷ്യൻ പഠിച്ച കുട്ടികൾക്ക് കുറച്ചും കൂടി സന്തോഷമാവുന്ന രീതിയിലുള്ള സിലബസ് ആണ് രണ്ടാമത് വന്നത്. കാരണം നമ്മൾ ഫീൽഡൊക്കെ മാറി, നമ്മൾ കുറച്ച് ഇപ്പൊ +2 ലെവലിലൊക്കെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഒരു ആഡ് ഓൺ ആയിട്ട് കോഴ്സ് ഒക്കെ ചെയ്ത് ഫുള്ളി ഈ ലാബ് ഓറിയന്റഡ് വർക്കുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് അതിനുശേഷം പിന്നെ ഒരു ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ GK കുറച്ച് പുറകോട്ടായവര്, അങ്ങനെയുള്ള കാര്യം, കേരള ഹിസ്റ്ററി ഇത്ര അറിയാത്തവര്, അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ ഒന്നും അധികം വായിക്കാത്തവര്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നോളജ് ഇല്ലാത്തവര് ഒക്കെ വളരെ ആശ്വാസകരമായിട്ടാണ് ഈ സെക്കൻഡ് സിലബസ് വന്നത്. കാരണം അവർ പ്രോപ്പർലി പഠിക്കുന്നത് മാത്രമാണ് ആ സിലബസിൽ ഉള്ളത്. ഒരുപക്ഷെ ഈ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സിൽ പഠിച്ചത് മാത്രമായിരിക്കും, മെയിൻ ആയിട്ട് പഠിച്ചത് മാത്രമായിരിക്കും ഈ ഒരു എക്സാമിനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ആ കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടിയെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ നമ്മൾ പ്രിപ്പറേഷൻ ലെവൽ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആക്കണം എന്ന് വേണം പറയാൻ. കാരണം ജനറൽ ടോപ്പിക്കിൽ നിന്ന് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് 3 ടോപ്പിക്കിലേക്ക് കോറായിട്ടും ഫോക്കസ് ചെയ്തു. അപ്പോൾ ഈ ഇത്രയും 3 ടോപ്പിക്ക് അറിയാവുന്നവരായിരിക്കും എല്ലാ ലബോറട്ടറി ടെക്നീഷ്യൻ പഠിച്ചവരും. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടും. ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻസ് ആവശ്യമാണ്, പ്രിപ്പറേഷൻസ് ആവശ്യമാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആവശ്യമാണ്, ക്ലാസ്സസ് നല്ലപോലെ കേൾക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ വീണ്ടും വീണ്ടും പ്രിസൈസ്ഡ് ആയിട്ട് നമുക്ക് പ്രിസിഷൻ കൂടും തോറും നമ്മളുടെ ഫോക്കസും കൂടും. അതുപോലെ തന്നെ നമ്മളുടെ എടുക്കേണ്ട എഫേർട്ടും കൂടും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിനെക്കാട്ടും നല്ലത് കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ആക്കി ഒരുപാട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇമേജസ് ആക്കി, ഇപ്പൊ ഞാനിപ്പോ ഈ കാണിച്ചതുപോലെ തന്നെ ഒരുപാട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഇങ്ങനെ ഒരു ഫിഗർ സെറ്റ് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടെ കാണുന്നവർക്കും കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഉള്ള രീതിയിൽ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷന്റെ സമയത്തും ഈ ഒരു നോട്ട്സ് ഒക്കെ ഒരുപാട് ധാരാളം ഇങ്ങനെ ബുക്കുകൾ അല്ലെങ്കിൽ പേപ്പർ ബൈ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു ടോപ്പിക്കിൽ നിന്ന് സിമിലർ ആയിട്ട് ഫ്ലോ ചാർട്ടുകളും അല്ലെങ്കിൽ ഡയഗ്രാംസും ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പൊ നമ്മളിപ്പോ PCR ഇപ്പൊ എല്ലാം ആപ്ലിക്കേഷൻ, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചപ്പോ എല്ലാം ഒരുമാതിരി ആപ്ലിക്കേഷൻ ലെവലാണ്. ഒരു കെമിക്കലിന്റെ പേരിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു അനാലിസിസിന്റെ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷന്റെ സമയത്തും അത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ആവശ്യം. പിന്നെ ഉള്ളതാണ് ഈ റെഫറൻസ് ബുക്ക്. മാക്സിമം നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്ന സമയത്തും കയ്യിലുള്ള ബുക്സും നോട്ട്സും ഒക്കെ റെഫർ ചെയ്യുക. പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള സോഴ്സസ് ഒരുപാടാണ്. അതായത് PDF മാത്രം, ഈ ഗൂഗിൾ ബുക്സ് അല്ലെങ്കിൽ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. ബുക്കിന്റെ തന്നെ അസച്ച് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈറ്റിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PSCയിലെ തന്നെ ഒരുപാട് ലാബോറട്ടറി എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് ഈ ഡിസ്ട്രിക്ട് വൈസും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് ഡിസ്കസ് ചെയ്ത് വേണം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ എന്തെങ്കിലും കോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടോ ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അക്കാഡമിയുടെ വെബ്സൈറ്റ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അക്കാഡമി അതിൽ നമ്പർ ഉണ്ട്, നമ്പർ കോണ്ടാക്ട് ചെയ്ത് ക്ലാസ്സസിന്റെ കാര്യത്തിൽ ഡൗട്ടോ ഒക്കെ ചോദിക്കാം. അപ്പൊ ഇത്രയാണ് ബേസിക്കലി ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ
മെയിൻ ആയിട്ട് ഒരു സർഫസിൽ നിന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ല, നമ്മൾ പ്രിപ്പറേഷന് മുൻപ് ഉള്ള സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു പ്രീ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊക്കെ ഈ ഇത്രയും സിലബസുകളൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്ന ഡീറ്റെയിൽഡ് സിലബസിലും ഇൻക്ലൂഡഡ് ആയിരിക്കാം എന്നുള്ളൊരു പ്രത്യാശയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും ബേസിക് ആയിട്ട് വെച്ചിട്ട് ബാക്കി പിന്നെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന അനുസരിച്ച് ക്ലാസ്സസ് ആയാലും ഒക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. Okay, ma'am. Thank you. Okay, thank you. Thank you.